ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായമായ സാഖ്യയോഗയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സാഖ്യയോഗയിലെ 34 ശ്ലോകങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗ. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ഇരുപക്ഷത്തും സേനകൾ നിരന്നു. ആ സമയത്ത് ദുര്യോധനൻ ആരൊക്കെയാണ് തങ്ങളോട് യുദ്ധം ചെയ്യാനായി വന്നു നിൽക്കുന്നതെന്നും തങ്ങളുടെ ഭാഗത്ത് ആരൊക്കെ ഉണ്ടെന്നുമൊക്കെ ദ്രോണാചാര്യർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ദുര്യോധനന് അല്പം ഭയം വന്നു തുടങ്ങിയെന്ന്. അതിനുശേഷം രണ്ടു പക്ഷത്തുമുള്ളവർ ശംഖു മുഴക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്താണ് അർജുനൻ ഭഗവാനോട് പറയുന്നത്, അല്ലയോ കൃഷ്ണ, ആരൊക്കെയാണ് എന്നോട് യുദ്ധം ചെയ്യാൻ, അതായത് എൻ്റെ പക്ഷത്തോട് യുദ്ധം ചെയ്യാനായി വന്നു നിൽക്കുന്നതെന്നും എൻ്റെ പക്ഷത്ത് ആരൊക്കെയുണ്ടെന്നും യുദ്ധത്തിന് ആരൊക്കെ തയ്യാറായി വന്നു നിൽക്കുന്നുണ്ടെന്നും ഞാനൊന്നറിയട്ടെ. അതിനു വേണ്ടിയിട്ട് രണ്ടു സേനകളുടെയും മധ്യത്തിലായി ഈ രഥം കൊണ്ടുവന്ന് നിർത്താമോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെ ചെയ്യുകയാണ്. ആ സമയത്താണ് അർജുനന് മനസ്സിലാകുന്നത് യുദ്ധത്തിന് തയ്യാറായി ആരൊക്കെ വന്നിട്ടുണ്ടെന്ന്. എല്ലാം തൻ്റെ ബന്ധുക്കൾ, തൻ്റെ സുഹൃത്തുക്കൾ, ഗുരുജനങ്ങൾ. ഇവരോടൊക്കെ ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? യുദ്ധം സർവനാശമാണ്, ഇരുപക്ഷത്തും നാശം സംഭവിക്കും. അങ്ങനെ എല്ലാവരെയും കൊന്നിട്ട് എല്ലാവരെയും നശിപ്പിച്ചിട്ട് എനിക്ക് എന്തിനാണ് രാജ്യം? അങ്ങനെ കിട്ടുന്ന രാജ്യം കൊണ്ട് എന്തു പ്രയോജനം? അതിനേക്കാൾ ഭേദം കാട്ടിൽ പോകുന്നതാണ്. ഇങ്ങനെ എൻ്റെ ഗുരുജനങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ വധിച്ചിട്ട് ഞാൻ എന്തിന് നരകത്തിൽ പോകണം? അങ്ങനെ ചെയ്യുന്നവൻ നരകത്തിൽ പോകും. എന്തിനാണ് ഞാൻ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനെ ഭഗവാൻ ഉപദേശിക്കുകയാണ്. ആ സമയത്ത് അർജുനൻ പറയുന്നുണ്ട്, എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നു, എൻ്റെ കൈകൾ തളരുന്നു. എനിക്കങ്ങ് ബുദ്ധി ഉപദേശിച്ചു തന്നാലും എനിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ യാതൊരു മാർഗവും കാണുന്നില്ല എൻ്റെ മുമ്പിൽ. അങ്ങ് എനിക്ക് വെളിച്ചം പകർന്നു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഭഗവത്ഗീത. ആദ്യത്തെ ഭാഗം അർജുനൻ്റെ വിഷാദങ്ങളാണ്, അർജുനൻ്റെ പരാതികളാണ്, പരിഭവങ്ങളാണ്. അർജുന വിഷാദ യോഗ. സാഖ്യയോഗ മുതൽ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നു. ഇവിടെ യാതൊന്നും സംഭവിക്കുന്നില്ല. ശരീരത്തിന് മാത്രമേ നാശം സംഭവിക്കുന്നുള്ളൂ, ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല. ആത്മാവ് ശാശ്വതമാണ്. ആത്മാവ് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. നീ യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും അവരുടെ ശരീരത്തിന് നാശം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത്. ഓരോ മനുഷ്യരും അവരവരിൽ അർപ്പിച്ചിരിക്കുന്ന കർമ്മം ചെയ്യുക തന്നെ വേണം. കർമ്മം ചെയ്യാത്തവൻ ഭീരുവാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. 35ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് അർജുനനോട് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഭയാത് രണാതുപരതം മാംസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. അർത്ഥം നമുക്ക് നോക്കാം. ഭയാത് അർത്ഥം ഭയം കൊണ്ട്, രണാത് യുദ്ധത്തിൽ നിന്നും, ഉപരതം അർത്ഥം പിന്മാറുക, മാംസ്യന്തേ ചിന്തിക്കുന്നു എങ്കിൽ, ത്വാം അങ്ങ്, മഹാരഥാഃ മഹാരഥന്മാർ, യേഷാം അർത്ഥം ആരെയാണോ, ച കൂടെ, ത്വാം അങ്ങയെ, ബഹുമതോ അർത്ഥം ആദരണീയർ, ഭൂത്വ നിലകൊള്ളുക, യാസ്യസി സ്വീകരിക്കുക, ലാഘവം നിസാരനായി. ശ്ലോകാർത്ഥം നോക്കാം. ഭയം കൊണ്ടാണ് നീ യുദ്ധത്തിൽ നിന്നും പിന്മാറിയതെന്ന് മഹാരഥന്മാർ വിചാരിക്കും. അവർക്കെല്ലാം
ആദരണീയനായിരുന്ന നീ നിസാരനായിത്തീരും എന്നാണ് ഭഗവാൻ പറയുന്നത്. മഹാരഥന്മാർ ഭയം കൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറിയാൽ അത് അവരുടെ പേരിന് കളങ്കമായി തീരും. ആർക്കൊക്കെ നീ ബഹുമാന്യനായി ഭവിച്ചുവോ അവർക്കൊക്കെ നീ നിസാരനായിത്തീരും. ഇത്രയും കാലം അർജുനൻ വീരനാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ എന്തു പറയും? നീ മോശക്കാരനാണ്, നീ ഭീരുവാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇവിടെ അർജുനൻ പിന്മാറുന്നത് എന്തുകൊണ്ടാണ്? ബന്ധുക്കളോടുള്ള സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും ദയ കൊണ്ടുമൊക്കെയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കൗരവ പക്ഷത്തുള്ള മഹാരഥന്മാരാരും തന്നെ നീ അതുകൊണ്ടാണ് മാറിപ്പോയത് എന്ന് യാതൊരു കാരണവശാലും പറയില്ല. പിന്നെ എന്താണ് പറയുന്നത്? അവരോടുള്ള യഥാർത്ഥ സ്നേഹം കൊണ്ടാണ് മാറുന്നത്. പക്ഷേ അവരെന്തു പറയും? ഭീരുമായതുകൊണ്ടാണ് മാറിപ്പോയത്, അത് തങ്ങളുടെ ജയമാണ് എന്ന് അവർ പറയും. അവർ പറയുന്നതേ ലോകം വിശ്വസിക്കൂ. തുടർന്ന് ലോകരെല്ലാവരും തന്നെ അർജുനനെ പരിഹാസം നിറഞ്ഞ മന്ദഹാസത്തോടു കൂടി നോക്കും എന്നും ഭഗവാൻ പറയുന്നുണ്ട്. ഒരാൾക്ക് ഒരിടത്ത് പതനമുണ്ടായാൽ ഈർഷ്യയോടെ കാത്തിരിക്കുന്ന ലോകം അയാളെക്കുറിച്ച് നിരവധി അപവാദങ്ങൾ കെട്ടിച്ചമച്ചു പറയാൻ തുടങ്ങും. അർജുനനും ആ സ്ഥിതി വന്നു ചേരുമെന്നാണ് ഭഗവാൻ എന്തു ചെയ്യുന്നത്? മുന്നറിയിപ്പ് നൽകുന്നത്. ശരിയല്ലേ? നമ്മൾ ഒരു മനുഷ്യൻ ഇങ്ങനെ എല്ലാ ഉയർച്ചകളിലൂടെയും മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അയാളെ ബഹുമാനിക്കുന്നുണ്ട്. കാരണം അയാൾക്ക് നല്ല ആൾബലമുണ്ട്, ശക്തിയുണ്ട്, പ്രതാപമുണ്ട്. ആ സമയത്ത് ആളുകളൊക്കെ തന്നെ അയാളെ ബഹുമാനിക്കും. കാരണം എന്താണ്? അയാൾക്ക് നല്ല പവറുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും എന്തുണ്ട്? ഒരു അസൂയയും ഒക്കെ ഉണ്ട്. അയാൾക്കൊരു വീഴ്ച സംഭവിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ എന്ത് ചെയ്യും? അയാൾക്ക് എതിരെയാകും. എന്നിട്ട് അയാൾ മുമ്പ് ചെയ്ത കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് അയാളെ നശിപ്പിക്കുവാൻ തുടങ്ങും. ഇത്രയും കാലം പമ്മി നിൽക്കുന്നവനാണ് എന്ത് ചെയ്യുന്നത്? ഒരു വീഴ്ചയുണ്ടായപ്പോൾ അയാളെ കൂടുതൽ കൂടുതൽ ചവിട്ടിത്താഴ്ത്തുന്നത്. ഇത് മനുഷ്യ സഹജമാണ്. ഈ കാര്യമാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 36-ാമത്തെ ശ്ലോകം. അവാച്യവാദാംച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നും കിം. അർത്ഥം നോക്കാം. അവാച്യവാദാൻ, മോശമായ വാക്കുകൾ എന്നാണ് അർത്ഥം. നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് അർത്ഥം. കൂടെ. ബഹൂൻ ധാരാളം. വദിഷ്യന്തി പറയും. തവ അങ്ങ്. അഹിതാഹ ശത്രുക്കൾ. നിന്ദന്തഃ നിന്ദിക്കുക. സ്തവ അർത്ഥം അങ്ങ്. സാമർഥ്യം അർത്ഥം അധികാരം. തതോഹ ഇതിനേക്കാളും. ദുഃഖതരം കൂടുതൽ ദുഃഖം. നു തീർച്ചയായും. കിം എന്ത്. ശ്ലോകാർത്ഥം. നിന്റെ സാമർഥ്യത്തെ ശത്രുക്കൾ നിന്ദിക്കും. അതിനേക്കാൾ ദുഃഖകരമായിട്ടുള്ളത് എന്താണ് ഉള്ളത്? ഇതാണ് ഭഗവാൻ ചോദിക്കുന്നത്. നിന്റെ ശത്രുക്കൾ നിന്റെ ഇതുവരെയുള്ള കഴിവിനെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് പറയാൻ പാടില്ലാത്ത പല അപവാദങ്ങളും പറഞ്ഞു പരത്തും. അതിനേക്കാൾ ദുഃഖകരമായി മറ്റെന്തുണ്ട്? അസ്ത്രാഭ്യാസ പരീക്ഷയിൽ ഒന്നാമതായി ജയിച്ചതാണ് ആര്? അർജുനൻ. അങ്ങനെ ആ പരീക്ഷയിൽ ജയിച്ച് ലക്ഷ്യം ഭേദിച്ച് ദ്രൗപദിയെ സ്വന്തമാക്കുകയും ചെയ്തു. ഖാണ്ഡവം ദഹിപ്പിച്ച് ഗാണ്ഡീവം കൈക്കലാക്കിയതും യുദ്ധത്തിൽ പരമേശ്വരനെ പോലും പ്രസാദിപ്പിച്ച് പാശുപതാസ്ത്രം നേടിയതും
പിതാവിനു വേണ്ടി ദേവലോകത്തു ചെന്ന് അസുരന്മാരെ ജയിച്ചതും തന്നെ ആരാണ്? അർജുനനാണ്. ദ്രോണാചാര്യരുടെ അസ്ത്രപരീക്ഷയിൽ വിജയിച്ചതും ആരാണ്? അർജുനനാണ്. അങ്ങനെ നിരവധി യുദ്ധങ്ങൾ ജയിച്ച് അസുരന്മാരെ എല്ലാം തോൽപ്പിച്ച നിന്നെപ്പറ്റി, അത്രയും വീരനായ നിന്നെപ്പറ്റി നിന്റെ ശത്രുക്കൾ പോലും അപവാദം പറഞ്ഞു പരത്തും. കൃഷ്ണനും അർജുനനും മറുപക്ഷത്തുള്ളിടത്തോളം കാലം ദുര്യോധനന് വിജയം അസാധ്യമാണെന്ന് ഭീഷ്മരും ദ്രോണരുമൊക്കെ കൂടെ കൂടെ പറയാറുമുണ്ട്. അർജുനൻ പിൻവാങ്ങുന്ന പക്ഷം ഈ ബഹുമതികളെല്ലാം കടുത്ത അപവാദ ശരങ്ങളായി രൂപപ്പെടും എന്നുകൂടി ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അവ മനസ്സിൽ തുളച്ചു കയറുന്നതോടെ ഇന്ന് നീ അനുഭവിക്കുന്ന ദുഃഖത്തിനേക്കാൾ കടുത്ത വേദന നിനക്ക് അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ ഉള്ള നിന്റെ ദുഃഖം ഇത് മാത്രമാണ്. പക്ഷേ ഈ കാര്യത്തിൽ നിന്നും, ഈ യുദ്ധത്തിൽ നിന്നും നീ പിൻവാങ്ങിയാൽ പിന്നീട് നീ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖം ഇപ്പോൾ ഉള്ളതിൻ്റെ 1000 ഇരട്ടി വലുതായിരിക്കും. അത് നീ ഓർക്കേണ്ടതാണ്. നേരെ മറിച്ച് ഈ ധർമ്മയുദ്ധം ധീരതയോടെ ചെയ്യുകയാണെങ്കിൽ മരിച്ചാലും ജയിച്ചാലും അർജുനന് ശ്രേയസ്സും സുഖവും മാത്രമായിരിക്കും ലഭിക്കുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച 2 ശ്ലോകങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാവുക. ഹരേ കൃഷ്ണ.